ഒരുക്കമുള്ള ഹൃദയം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്ന സമയമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിടുതലും ദൈവാനുഗ്രഹം നേടുന്ന ഒരു സമയമാണിത്. നമ്മുടെ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നുറങ്ങിയ ഹൃദയത്തോടെ കർത്താവിനെ അറിയണം, അനുഗ്രഹം പ്രാപിക്കണം. ഇവിടെ വന്നാൽ കർത്താവ് നിങ്ങളെ സഹായിക്കും എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ടും അതിനുവേണ്ടി കടം മേടിച്ചൊക്കെ വന്ന ആൾക്കാരുണ്ട്. ഒരു കുഞ്ഞിനെ പോലും കർത്താവ് വെറുതെ വിടത്തില്ല. കർത്താവിൻ്റെ വചനത്തിലുള്ള പ്രധാനപ്പെട്ട വാക്കാണ്, ഞാൻ വെറും കൈയോടെ അവരെ പറഞ്ഞു വിട്ടാൽ അവർ വഴി തളർന്ന് വീഴുമെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാം, കർത്താവ് ഒരു കുഞ്ഞിനെ പോലും വെറും കൈയോടെ ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ല. കൈയടിക്കട്ടെ, മക്കളെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശരീരത്തിൽ രോഗമുള്ളിടത്ത് കൈകൾ മാറ്റി മാറ്റി പ്രാർത്ഥിക്കണം. രണ്ടാമത്തത്, യഥാർത്ഥ രോഗി ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു, അവർ കിടക്കയിലാണ്, ICUലാണെന്ന് വിചാരിച്ചു, അവർക്ക് എന്താണ് രോഗമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോഴും കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാൻ അവരെ സുഖപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാഗത്ത് കൈകളെ വെച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുന്നതാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കർത്താവ് ഞങ്ങളുടെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകര ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, സാമ്പത്തിക തകർച്ച നേരിടുന്നവരെ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവരെ, ഇൻ്റർവ്യൂ കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, ഓഫർ ലെറ്റർ വന്നതിന് ശേഷം മെൻറ്റൽ പ്രൊസീഡിങ്സ് ഇല്ലാത്തവർ, പരീക്ഷ എഴുതിയവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ആ റിസൾട്ട് മോശമായി പോയവർ, റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, റീവാലുവേഷന് കൊടുത്തിരിക്കുന്നവർ, കർത്താവ് കടകമ്പോളം നടത്തുന്നവർ, കൂടുതൽ വ്യവസായങ്ങൾ നടത്തുന്നവർ, വ്യാപാര വിഷയങ്ങൾ നടത്തുന്നവർ, കസ്റ്റമേഴ്സ് ഇല്ലാത്ത ബിസിനസ്സുകാർ, എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ വിഷമതകൾ അനുഭവിക്കുന്നവർ, ജപ്തി നടപടി നേടുന്നവർ, ഈശോ നിന്റെ തിരുമുറിവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അഭിഷേകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കുന്ന മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ, പാപത്തിൽ പെട്ടുപോയവരെ, പലതരത്തിലുള്ള കേസുകൾ അകപ്പെട്ടിരിക്കുന്നവരെ, ജപ്തി നടപടി നേരിടുന്നവരെ, ഈശോ വസ്തു വിൽക്കാനുള്ളവരെ, ഇങ്ങനെ പലതരത്തിൽ കുടുങ്ങി പലതരത്തിൽ ജീവിതം കുരുങ്ങിപ്പോയവരെ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ തൽക്കാലത്തെ കർത്താവേ പെട്ടുപോയവരെല്ലാം കർത്താവേ നീ വിടുവിക്കണേ പ്രാർത്ഥിക്കുന്നു. ഇതോടുകൂടി അവിടെ ആധ്യാത്മിക ജീവിതം പരിപക്വമാകുന്നതിന് വേണ്ടി, സുവിശേഷത്തിന്റെ ദൈവാനുഭവത്തിലൂടെ സാക്ഷിയായി മാറുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഏറ്റെടുത്തുകൊണ്ട് നിന്റെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ മനസ്സിൽ അറിയാവുന്ന ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാത്തവരെ യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവിന്റെ തിരുമുറിവാർന്ന വലതുകരത്താൽ നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. നിന്റെ തിരുമുറിവാർന്ന വലതുകരം
അണിപ്രദാർന്ന അത്ഭുതകരം രോഗങ്ങളുടെ അടുത്തേക്ക് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ചൂട് അനുഭവിക്കുന്നവരും അതുപോലെ രോഗങ്ങൾ വിട്ടുമാറുന്നവരും കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിന്നിലേക്ക് ആവശ്യിക്കുന്നു. അപസ്മാര രോഗികൾ, ഓട്ടിസം രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, കർത്താവെ അവരെ ഉച്ചമുതൽ ഉള്ളംകാല് വരെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ അവരെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, എഴുന്നേറ്റ് നടക്കാത്ത കുഞ്ഞുങ്ങളെ, കടന്നു കിടപ്പായ രോഗികൾ എല്ലാം കർത്താവ് അടിപ്പെടുന്ന പോലെ വൈതാക്കാലം ഒരു ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മക്കളില്ലാത്തവരെ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവരെ അങ്ങ് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. ജനിതക തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തെ മാറിപ്പോകൊണ്ടെന്ന് കൽപ്പിക്കുന്നു. അവനെ കർത്താവ് പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, നെഞ്ചിന് വേദനയുള്ളവർ, ഹൃദയത്തിന് ശ്വാസകോശങ്ങൾക്കെല്ലാം തടസ്സങ്ങളുള്ളവർ, കർത്താവിന് വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശങ്ങൾ കഴുകപ്പെടട്ടെ, ഹൃദയത്തിന് വാലുകൾ തടസ്സങ്ങൾ മാറട്ടെ. എപ്പിലെപ്സി രോഗികളെ കർത്താവെ, അതുപോലെ വലിവ് രോഗികൾ, അസ്മ രോഗികൾ കർത്താവെ, സിസ്റ്റ് രോഗികൾ, മുഴകളുള്ളവർ, പിസിയോടി രോഗികൾ, പിസ്റ്റുല രോഗികൾ, അരിസ്റ്റസ് രോഗികൾ, അൾസർ രോഗികൾ, കർത്താവിൻ്റെ ബാധ രോഗികൾ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുക്രിസ്തു നാമത്തിൽ മാരക രോഗങ്ങൾ, തീരവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല സമൂഹത്തോടൊപ്പം ദൈവമാതാവിനൊപ്പം പ്രാർത്ഥിച്ച സമൂഹത്തിലേക്ക് ആത്മാവിന്റെ അഗ്നി അയച്ചതുപോലെ ഞങ്ങളുടെ സമൂഹത്തിലേക്കും നിന്റെ ശക്തി അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്തൻ പെന്തക്കോസ്ത അനുഭവം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ ചേർന്ന് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദിയും നീയേ, അന്തവും നീയേ, അങ്ങേ ആരാധിക്കും. ഉച്ചത്തിൽ ചേർന്ന് പാടാം. ആദിയും നീയേ, അന്തവും നീയേ,
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും മുട്ടുമേൽ നിന്ന് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah.
പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി പ്രാർത്ഥിക്കാം. ശക്തിയോട് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുസഭയിലെ ആഗമന കാലം ആരംഭിക്കുകയാണ്. ക്രിസ്മസിനൊരുക്കമായി ചെറിയ നോൻപ് കാലം ആരംഭിക്കുകയാണ്. 25 നോൻപെന്ന് പറയും. അൾത്താരയിലെ തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒക്കെ അടയാളമായ വയലറ്റ് കളറ് ഇന്നു മുതൽ ക്രിസ്മസ് വരെ ഉപയോഗിക്കുകയാണ് സഭ. നമ്മളെ തപസ്സിലേക്കും ആത്മീയ ഒരുക്കത്തിലേക്കും കാലത്തിൻ്റെ സൂചനയാണ്. പ്രത്യേക നിറഭേദങ്ങളിലൂടെ നമ്മളെ വെളിപ്പെടുത്തുന്നത്. ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു വസന്തകാലമാണ്. ഉടമ്പടി അതിൻ്റെ അനേകം പുതിയ പുതിയ ദൈവാനുഭവങ്ങളിലൂടെ മനുഷ്യർ ജനതയെ ആഘോഷിച്ച് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് അനുദിന സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സാക്ഷ്യങ്ങൾ ഓരോ വ്യക്തിയുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് സാക്ഷ്യങ്ങളുടെ സാധ്യത വെളിവാകുന്നത്. ഇപ്പം ഞങ്ങളെ പോലെയുള്ള സ്പിരിച്വൽ മെക്കാനിസ്റ്റുകൾ എപ്പോഴും ചെയ്യണത് വ്യക്തിയുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഫോർമുല, സുവിശേഷ സൂത്രവാക്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആഴ്ചകളിലും അതിൻ്റെ ടിപ്സ് പറഞ്ഞു തരും. കൂടുതൽ ബുദ്ധിയുള്ളവരും ആധ്യാത്മികമായ ചൈതന്യമുള്ളവർ അതെല്ലാം ആപ്ലിക്കേറ്റ് ചെയ്യും. അല്ലാത്തവർ അതിൻ്റെ ഓപ്പറേഷൻ ലെവൽ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. രണ്ട് തരത്തിലാണ് മനുഷ്യർ ആധ്യാത്മികതയെ കാണുന്നത്. ചിലർ ഓപ്പറേറ്റ്, ഇപ്പം ചില നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ പൊടിമില്ലുകളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ അറക്ക മില്ലുകൾ, തടി അറക്കുന്ന മില്ലുകൾ. അപ്പോൾ അതിൻ്റെ മെക്കാനിക്കൽ ആയുള്ള കാര്യങ്ങൾ ചിലപ്പോഴും അയാൾക്ക് അറിയത്തില്ലായിരിക്കും. അയാളെ സ്വിച്ച് ഓൺ ചെയ്യാൻ അറിയത്തുള്ളൂ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മോട്ടർ ഓൺ ചെയ്തിട്ട് ഗോതമ്പ് അരി ഇടുകയാണെങ്കിൽ അത് പൊടിച്ച് കിട്ടും. സിമ്പിൾ മെക്കാനിസം. ചില ആൾക്കാർക്ക് അതിൻ്റെ മെഷീൻ മെക്കാനിസം അറിയാം. ഇങ്ങനെ മെഷീൻ നിന്ന് പോയാൽ അവരതിനെ അഴിച്ച് പണിയും. ഉടമ്പടിയിലും ഈ രണ്ട് തരം ആൾക്കാരുണ്ട്. ചിലരിങ്ങനെ ഓപ്പറേറ്റർമാർ മാത്രമേ ഉണ്ട്. അവരിവിടുന്ന് പോകുന്നു, നീലത്തിരി കത്തിക്കുന്നു, പച്ചത്തിരി കത്തിക്കുന്നു, പ്രത്യക്ഷങ്ങൾ പ്രാർത്ഥന ചെല്ലുന്നു, ഓപ്പറേറ്റ് ചെയ്യുക മാത്രം ചെയ്യും. പത്ത കൊടുക്കാൻ പറഞ്ഞ് കൊടുക്കുന്നു. അപ്പം ഉടമ്പടിക്ക് എന്തെങ്കിലും ഒരു കൂടുതൽ ഫലം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ റീമോഡുലേറ്റ് ചെയ്യണമെന്നുള്ള മെക്കാനിസം അവർക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വരുന്നൊരു വിഷയം, ഇത്തിരി ബോധമുള്ളവരായിരിക്കണേ ഉടമ്പടി എടുക്കേണ്ടതെന്നുള്ളതാണ് ഇന്ന് വരെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഭവജ്ഞാനം. ബോധമില്ലാത്തവർ ഉടമ്പടി എടുക്കുന്നത്. ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു വിഷയം നമ്മൾ ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്, അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകണം. നമ്മൾ ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്, അല്ലേ? കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യുന്നത് ആരുമായിട്ടാണ്? പരിശുദ്ധ അമ്മയുമായിട്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്. ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്? ഈശോയുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. പരിശുദ്ധ അമ്മ അതിൻ്റെ ഒരു സാക്ഷിയും മധ്യസ്ഥയുമാണ്. സാക്ഷിയുമാണ്, അതേസമയം തന്നെ മാധ്യസ്ഥയുമാണ്. സാക്ഷിയും മാധ്യസ്ഥയും മാത്രമല്ല, പിന്നെ ആരാണ്? പരിശുദ്ധ അമ്മ ഉടമ്പടിയുടെ ഒരു മാതൃകയുമാണ്. പക്ഷേ ഉടമ്പടിക്കാണ് പരിശുദ്ധ അമ്മ ഏറ്റവും ടോപ്പ് മോഡലും അതുപോലെ തന്നെ ഏറ്റവും വലിയ മാധ്യസ്ഥ്യമാകുന്നത്. ഉടമ്പടിയുടെ എല്ലാ മേഖലകളിലും നമ്മൾ മദറിനെയാണ് ഒരു മോഡലായിട്ട് അവലംബിക്കുന്നത്. പക്ഷെ മദറിനൊരു പ്രശ്നമുണ്ട്. നമ്മളും തമ്മിൽ ചെറിയൊരു പ്രോബ്ലമുണ്ട് മദറുമായിട്ട്. മദറിന് തെറ്റുകൾ സംഭവിക്കാത്ത കാരണം നമ്മളും മദറും തമ്മിലൊരു വ്യത്യാസം അതാണ്. മദറിന് ചില കാര്യങ്ങൾ
മദറിന് തെറ്റ് സംഭവിക്കാത്ത കാരണം തിരുത്തേണ്ടി വരുന്നില്ല. നമ്മൾക്ക് തെറ്റ് സംഭവിക്കുന്ന കാരണം തിരുത്തേണ്ടി വരുന്നു. ആ ഒരു വിഷയമുണ്ട്. എനിക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലായത് അതാണ്. മദറിനെ മോഡലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആധ്യാത്മികമായ ഒരു ചെറിയ ശ്രദ്ധ വേണ്ടത്, മദറിന് തെറ്റ് സംഭവിക്കത്തില്ല, അതുകൊണ്ട് അവർക്ക് അമ്മയ്ക്ക് തിരുത്തേണ്ടി വരുന്നില്ല. നമ്മൾക്ക് തെറ്റ് സംഭവിക്കുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ തിരുത്തേണ്ടി വരുന്നു. ഉടമ്പടി തിരുത്തേണ്ടി വരുന്ന ഒരു വിഷയം ഇന്നലെ മുതൽ തന്നെ പുതിയ സന്ദേശങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം ആഗമനകാലവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സന്ദേശങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ ശ്രദ്ധിച്ചിട്ട് ഞാൻ ഇന്നലെ കുർബാനയ്ക്ക് കിട്ടിയ സന്ദേശങ്ങളെല്ലാം എൻ്റെ നോട്ട് ബുക്കിൽ കൊണ്ട് ഞാൻ എഴുതി 1.5 പേജോളം ഉണ്ട്. ഇന്നലെ തൊട്ട് സന്ദേശം വരാൻ തുടങ്ങി. ആഗമനകാലത്തിൻ്റെ ഉടമ്പടിയിൽ എന്തെങ്കിലും ഇപ്പം മദറിനെ സംബന്ധിച്ചിടത്തോളം മദറിനെ ഒരു മോഡലാക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾക്ക് മദർ നമുക്ക് മോഡലാകാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണ്? മദർ ഉടമ്പടിയിൽ ഒരിക്കലും തെറ്റ് ചെയ്യുന്നില്ല, തെറ്റ് വരത്തില്ല അവർക്ക് ജീവിതത്തിൽ. അതുകൊണ്ട് അവർക്ക് തിരുത്തേണ്ടി വരത്തില്ല. നമുക്കങ്ങനെയല്ല. നമുക്ക് ഉടമ്പടി ചിലപ്പോൾ തെറ്റ് വരും, ചിന്താക്കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മുന്നോട്ടടിക്കുമോ, ശരിയാകുമോ ശരിയാകത്തില്ലയോ. ചില ആരും വിചാരിക്കും ഞാൻ ഉടമ്പടി ഉഴപ്പിപ്പോയില്ല, ഇനി ദൈവം എന്നെ അനുഗ്രഹിക്കുമോ. അപ്പോഴുള്ള അനുഗ്രഹത്തിലുള്ള കോൺഫിഡൻസ് ഉടമ്പടി ചിലർ ഉഴപ്പിക്കഴിയുമ്പോൾ പിന്നെ കുഴപ്പത്തിൽ നെഗറ്റീവ് അടിക്കും അവർ. എന്താ കാര്യം? ഉടമ്പടി അവർ ഉഴപ്പിയെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ എന്നാൽ ഇനിയിപ്പോൾ ഉഴപ്പിപ്പോയില്ല, ഇനിയിപ്പോൾ അനുഗ്രഹം കിട്ടത്തില്ലായിരിക്കും, അതുകൊണ്ട് പിന്നെ അവർ ഉഴപ്പും, പിന്നെ അവർ അലംഭാവം കാണിക്കും. ചിലരതിന് അവർക്ക് മുൻകാല അനുഭവങ്ങളുള്ള കാരണം അവർ കാര്യമില്ല, എൻ്റെ കർത്താവിനോട് ക്ഷമിക്കും, ഞാനിനി അത് ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് സെൽഫ് എടുക്കുക. അവർ തന്നെത്താൻ തന്നെ എടുത്ത് റിപ്പയർ ചെയ്തിട്ട് അവർ മുന്നോട്ട് പോകാതെ. ചില ആൾക്കാർ അവിടെ കിടന്നിട്ട് തെറ്റ് സംഭവിച്ചാൽ അവിടെ തന്നെ കിടക്കും, പിന്നെയും തെറ്റ് സംഭവിക്കും, പിന്നെ ഉടമ്പടിയിൽ നിന്ന് കുറഞ്ഞ് വരും. പല മനുഷ്യരാണ്. ഇപ്പം എനിക്ക് ഇന്നലെ മെസ്സേജ് വന്നിരിക്കുന്നത് ഉടമ്പടി പശ്ചാത്താപവും നമ്മുടെ പശ്ചാത്താപവും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ടെന്നാണ് പറഞ്ഞു. നമ്മുടെ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർ കുമ്പസാരിക്കുകയും കാത്തലിക്സ് കുമ്പസാരിക്കുകയും വൈദികൻ കൽപ്പിച്ച് നൽകുന്ന പ്രായശ്ചിത്തങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമല്ലോ. പലപ്പോഴും വൈദികൻ കൽപ്പിച്ച് നൽകുന്നത് കാലികമായ ശിക്ഷയിൽ നിന്നുള്ള ഇളവിന് വേണ്ടി നമുക്കൊരു പ്രാർത്ഥനയായിരിക്കും പറഞ്ഞു തരണത്. പക്ഷെ ഉടമ്പടിയിൽ ഉള്ളൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഒരു പ്രായശ്ചിത്തം പ്രാർത്ഥന കൊണ്ട് ശരിയാകത്തില്ല. അതാണ് ഇന്നലെ മുതൽ ഈശോ പറയാൻ തുടങ്ങിയത്. ഉടമ്പടി എടുത്തവർ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം കത്തോലിക്കരല്ല എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് അല്ലെന്ന് തന്നെ വിചാരിച്ചു, അപ്പം അവർ നിങ്ങൾക്ക് ഉടമ്പടി തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് ഒരു സോറി പറഞ്ഞത് കൊണ്ടോ അതിന് പകരം ഒരു പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ടോ ടാലിയാകത്തില്ല. എന്താ കാര്യം? ഉടമ്പടി വന്നിരിക്കുന്ന പശ്ചാത്താപം വന്നിരിക്കുന്ന എവിടെ? ഉടമ്പടി വന്നിരിക്കുന്ന തെറ്റെവിടെ വരണത്? ഉടമ്പടി ശരി എന്താണെന്ന് നോക്കിയിട്ടില്ല എൻ്റെ തെറ്റ് മനസ്സിലാകണത്. ഉടമ്പടിയുടെ ശരി എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുകയാണ്. അവൻ പറയണത് പോലെ ചെയ്യുന്നതാണ് അതിൻ്റെ ശരി. അതിൻ്റെ തെറ്റെന്താ? അവൻ പറയണത് പോലെ ചെയ്യാത്തതാണ് തെറ്റ്. പിന്നെ അതിൻ്റെ പ്രായശ്ചിത്തം എന്താ? എന്തെങ്കിലും പ്രാർത്ഥന ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കൃപാസനത്തിൽ കുമ്പസാരിച്ചു എന്ന് പറഞ്ഞാലും നാട്ടിൽ കുമ്പസാരിച്ചു എന്ന് പറഞ്ഞാലും എൻ്റെ മുഖത്ത് വലിയ തെളിച്ചമൊന്നും ഉണ്ടാകത്തില്ല. എന്താ കാര്യം? അത് ഉടമ്പടിയിലാണ് അവർക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി തിരുത്തേണ്ടത് എങ്ങനെയാണ്? ഉടമ്പടി ബേസിലാണ് തിരുത്തേണ്ടത്, അല്ലാതെ 3 സ്വർഗസ്ഥനായ നിറഞ്ഞ എല്ലാത്തിലല്ലേ തിരുത്തേണ്ടത്. അവൻ പറയണ പോലെ ചെയ്യാത്തതല്ലേ നിങ്ങളുടെ തെറ്റ്. ചെയ്തോളാമെന്നല്ലേ നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോനോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? പിന്നെ ഇപ്പോൾ പ്രായശ്ചിത്തം എന്താ? ആ ചെയ്ത കാര്യങ്ങളെ, ചെയ്യാതിരുന്ന കാര്യങ്ങളെ 3 വട്ടം ചെയ്യണം. അതാണ് പ്രശ്നം. ഉടമ്പടിയുടെ വിഷയം അതാണ്. ചെയ്യാതിരുന്ന കാര്യങ്ങളെ 3 വട്ടം ചെയ്യേണ്ടി വരും. അല്ലാതെ അത് നിങ്ങൾ ചൊല്ലി പ്രായശ്ചിത്തം പഠിക്കാൻ പറ്റത്തില്ല. എന്താണ് ചെയ്യാതിരുന്നത്? ഇപ്പം ആരെങ്കിലും ഉടമ്പടി വീണ് പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ അനാഥാലയത്തിൽ പോയില്ല, അപ്പോൾ ഇനി ഒരു രോഗിയെ കാണുന്നതിന് പകരം 3 രോഗിയെ കാണേണ്ടി വരും സൽപ്രവർത്തികളിൽ. അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യന്മാർക്ക് നന്മ ചെയ്യുന്ന വിഷയങ്ങൾ ഓരോന്നെടുക്കുമ്പോൾ ചെയ്യാതിരുന്നതിന്
ഇരട്ടി ചെയ്യേണ്ടി വരും. അപ്പോഴങ്ങനെ അവൻ പറയണത് പോലെ ചെയ്തു കൊള്ളാമെന്ന് പറയുന്നതിൻ്റെ അകത്ത് വരുന്ന പ്രായശ്ചിത്തങ്ങൾ ചെയ്തു തന്നെ, അതിൻ്റെ 3 ഇരട്ടി ചെയ്തു തന്നെയാണ് അതിന് റെക്ടിഫിക്കേഷൻ സംഭവിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഞങ്ങളുടെ ഉടമ്പടിയില് ഞങ്ങള് പ്രത്യേക സാഹചര്യത്താല് വീണു പോയിട്ടുണ്ടെങ്കിൽ ആ വീണുപോയ പ്രവർത്തന മേഖലകളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് 3 ഇരട്ടി ദൈവസ്നേഹത്തോടെ ആ പ്രവൃത്തികളെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് ഉടമ്പടിയിലെ ഞങ്ങൾ നിരപ്പായി കൊള്ളാമെന്ന് ഈശോയുടെ തിരുസന്നിധിയിൽ പ്രതിജ്ഞ ചെയ്യുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ ദൈവസ്നേഹമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു പാട്ട് കേട്ട് 4 വരി പാടുമ്പോൾ തന്നെ നിങ്ങളെ ഹീലാവും. പ്രാർത്ഥനയുടെ ഒരു വിഷയം നിങ്ങളെപ്പോഴും എൻ്റെ മക്കളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒക്കെ മേഖലകളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളത് സാങ്കേതികമായിട്ട് എടുക്കരുത്. നമ്മൾ എക്സർസൈസ് ചെയ്ത് സ്കൂളിലെ നമ്മൾ ഒരു കേട്ടെടുത്ത പരീക്ഷ, അപ്പോൾ ആ കേട്ടെടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ ഓറൽ എക്സാം, അതിനാണ് പണ്ടത്തെ. ഇപ്പം നിങ്ങൾ ഓറൽ എക്സാം എന്നല്ലേ പറയണത്, പണ്ടത്തെ കേട്ടെടുത്താണ് സാധനം. അപ്പോൾ നിങ്ങൾ കേട്ടെടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ തോറ്റെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താ പിന്നെ വരാൻ പോകണം, നമുക്ക് ഇമ്പോസിഷൻ വരും അല്ലേ? പണ്ടത്തെ ഇമ്പോസിഷൻ ഇപ്പോഴും ഉണ്ട്. ഇമ്പോസിഷൻ വരുമ്പോൾ എന്താണ്, നിങ്ങൾ 100 പ്രാവശ്യം എഴുതാൻ പറയും ആ ആൻസർ. 3 പ്രാവശ്യമല്ല, ഇമ്പോസിഷൻ 100 പ്രാവശ്യം എഴുതി 50 പ്രാവശ്യം എഴുതാൻ പറയും. ഇപ്പം നേരത്തെ അച്ഛൻ എന്താ നിങ്ങളോട് പറഞ്ഞത്, ഉടമ്പടിയിലൊരു സംഭവം വീണു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് അത് 3 പ്രാവശ്യം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പം ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ. നമ്മൾ ഈ ഇമ്പോസിഷൻ ചെയ്യണ പോലെ അതൊരു പ്രായശ്ചിത്തമായിട്ട് വരണത് സ്കൂളിലെ ഇമ്പോസിഷൻ പോലെ വരരുത്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ പത്രം കൊടുത്തില്ല എന്നാൽ ഞാൻ 3 കെട്ട് പത്രം മേടിച്ച് 30 പേർക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിഷൻ എടുക്കണ പോലെ വരരുത്. ഉടമ്പടിയുടെ ഇമ്പോസിഷൻ അല്ലത്. അതായത് ഇപ്പം ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്, എൻ്റെ മക്കളെ ഈ ഒരു പാട്ട് ജയഷ്പദർ ഒന്നൊരു പാടിക്കാതെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ പാടാം. നീ
കൈവച്ച് എല്ലാവരും ജീവിതം ജീവിതം നിന്റെ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ. ഇത് ഓരോരുത്തർ പറയുമ്പോൾ ഓരോ മീറ്ററിലാണ് പാടുന്നത്. ഓരോരുത്തർ പാടുമ്പോൾ ഓരോ അളവിലാണ് പാടുന്നത്. എന്നുവെച്ചാൽ സംഗീതത്തിൻ്റെ അളവല്ല, ദൈവസ്നേഹത്തിൻ്റെ അളവ് വ്യത്യാസം. അതാണ് വിഷയം. പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ് വരണത്. ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ മീറ്ററിലല്ലായിരിക്കും അടുത്ത ആൾ പ്രാർത്ഥിക്കുന്ന, വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉടമ്പടി വരുമ്പോൾ നമുക്ക് എപ്പോഴും വിഷയമുണ്ട് ഗ്യാരണ്ടീഡ് എന്താണ്. ഉടമ്പടിയുടെ ഫസ്റ്റ് ഗ്യാരണ്ടി എന്താണ്? ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. അതാണ് ഫസ്റ്റ് ഗ്യാരണ്ടി. ഇനി നീ ഒറ്റക്കല്ലെന്നാണ് പറയണ ഉടമ്പടി, അല്ലേ? ഉടമ്പടിയുടെ ഫസ്റ്റ് ഗ്യാരണ്ടി എന്താണ്? ഐ വിൽ കം വിത്ത് യു. നീ എന്നോട് ഉടമ്പടിയാണ്. ഇനി എന്താണ്? ഇനി എൻ്റെ ദൈവത്തിൻ്റെ ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഇണയായി തുണയായി ഞാൻ ഉണ്ടാകും. അതായത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണമെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇപ്പം ഞാൻ തന്നെ ഈ രാവിലെ ഇങ്ങോട്ട് എൻ്റെ മുറിയിൽ മിക്കവാറും തന്നെ ഞാൻ ഈശോയുമായിട്ട് പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. പല കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, എവരിത്തിങ്, നിസ്സാര മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ഞാൻ പോകുന്ന വഴികളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളെയും തിരിച്ചു വരുമ്പോഴും അവരെക്കുറിച്ചുള്ള റെഫറൻസും എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ഈശോയോട് പറയും. അപ്പോൾ അത് എന്തായാലും ഒരു ഇൻട്രാക്ഷനാണത്. നമ്മൾ ദൈവമായിട്ട് ഒരു ഉടമ്പടി ജീവിതമാണ്. അപ്പം നമ്മുടെ മുറികളിലെല്ലാം ഈശോ ഉണ്ടാവും. എപ്പോഴും ഈശോയും അമ്മയും ഉണ്ടാവും. അപ്പം നമ്മളെ സംബന്ധിച്ച് ആ ഒരു ബോധം നമുക്കുണ്ടാകണം. ഉടമ്പടി പ്രകാരം ദൈവം ഈശോ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നീ പോകുന്നിടത്തെല്ലാം എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? നീ പോകുന്നിടത്തെല്ലാം ഭയങ്കര വാക്കാണതേ. നീ പോകുന്നിടത്തെല്ലാം എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ ആർക്കും ഗ്യാരണ്ടി ചെയ്യാം? നമ്മുടെ മക്കളോ ഭർത്താവോ ഭാര്യയോ, നോബഡി ക്യാൻ ഗ്യാരണ്ടി. ദൈവത്തിന് മാത്രമേ അങ്ങനെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ. വെള്ളത്തിനടിയിൽ പോയാലും അവിടെ ഉണ്ടാകും ദൈവം. അത് നമ്മുടെ ഉടമ്പടിയിലൂടെ, ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ബോധം ഉണ്ടാകണം. ഇനി ഞാൻ ഒറ്റക്കല്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഈശോ എപ്പോഴും അപ്പോസ്തലന്മാരോട് പറയുന്ന വാക്കാണ്. എന്താണ്? ഫിയർ നോട്ട്. ഈശോ പറഞ്ഞത് തന്നെയല്ല, അമ്മയുടെ അടുത്ത് ആദ്യം വന്ന് മാലാഖ പറഞ്ഞ എന്താണ്? ഫിയർ നോട്ട്, മറിയമേ ഭയപ്പെടേണ്ട, അല്ലേ? ഭയപ്പെടേണ്ട. ഉടമ്പടിയുടെ ആദ്യത്തെ വാക്കതാണ്. നമ്മൾ ദൈവമായിട്ട് ഉടമ്പടിയിലായിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഇൻസെൻറ്റീവ് എന്താണ്? ഫിയർ നോട്ട് എന്നാണ്. ഭയപ്പെടേണ്ടെന്ന്. നീ ജോലിയെക്കുറിച്ച് ഭയപ്പെടേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിലേ രസമുണ്ട്. ഇമ്മാനുവൽ എഫ് എന്നും പറഞ്ഞൊരു മകൻ സാക്ഷ്യം പറഞ്ഞു. ഇമ്മാനുവൽ എഫ് 3 കൊല്ലമായിട്ട് നിരീശ്വരവാദിയായിട്ട് ജീവിക്കുന്ന ആളാണ്. നിരീശ്വരവാദികൾക്കുണ്ടാകുന്ന ചെറിയൊരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ നിരീശ്വരവാദത്തിലേക്ക് വന്ന് ഈ രോഗം അവർ പടർത്താൻ നോക്കും. ഈ കൊതുകിനെ പോലെയുള്ള പരിപാടിയാണ്. അവർക്കുണ്ടാകുന്ന ചിക്കൻ ഗുനിയ മറ്റുള്ളവരെയും പോയി കുത്തുവെച്ച് ഈ നിരീശ്വരവാദം അവർ പടർത്തിക്കൊണ്ടേയിരിക്കും. ഇത് കാരണം വരാൻ പോകുന്ന പ്രശ്നം, ഇവർ ഈശ്വരവിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് ഉണ്ടാകുന്ന ഇവർ വർക്ക് എത്ര ചെയ്താലും ബാക്കി എല്ലാ വർക്കുകളും നമുക്ക് പശ്ചാത്താപം വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും. ഈ നിരീശ്വരവാദികൾ ഏതെങ്കിലും പൂർവികരുടെ ദൈവാനുഗ്രഹം, അമ്മയുടെ അപ്പനമ്മമാരുടെ പ്രാർത്ഥന കൊണ്ട് അവർ പിന്തിരിഞ്ഞ് വന്ന് സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, സത്യം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ആയില്ല, ഇതിനുള്ള പ്രശ്നം എപ്പോഴും ഇതിൻ്റെ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കണം. റെക്ടിഫൈ ചെയ്യണമെങ്കിൽ ബൈബിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് പ്രായശ്ചിത്തം. നമ്മൾ തെറ്റ് ചെയ്ത സോറി പറഞ്ഞ ഈ സംഭവം സോറി പറയാൻ നമുക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കറണ്ടിൻ്റെ കമ്പി പൊട്ടിപ്പോയി, അത് നമുക്ക് കെട്ടിവെക്കാം. പക്ഷെ കറണ്ട് പാസ് ചെയ്യണത് വേറെ വിഷയമാണ്. കെട്ടിയത് കൊണ്ട് കറണ്ട് പാസ് ചെയ്യേണ്ട കാര്യമില്ല. കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യണം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഒരു കറണ്ട് കമ്പി പൊട്ടിപ്പോയാൽ സ്വാഭാവിക ലൈൻമാന് വന്നത് കെട്ടിവെച്ചത് കൊണ്ട് കറണ്ട് പാസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല.
കറണ്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യണം. ഇതുപോലൊരു പ്രശ്നമാണ് ഈ പശ്ചാത്താപം. ഇപ്പോൾ ദൈവത്തോട് നമുക്ക് സോറി പറയാം. സോറി പറഞ്ഞാൽ പൊട്ടിപ്പോയ കമ്പി കെട്ടിവെച്ചതുപോലെ ഉള്ളൂ. ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിലെ പരിശുദ്ധാത്മാവ് പിന്നെ പ്രവർത്തിക്കണ്ടേ? അതിനെന്ത് ചെയ്യണം? ആ പശ്ചാത്താപം നമ്മൾ പ്രവർത്തി കാണിക്കേണ്ടി വരും. അത് അപ്പം നിങ്ങൾ ഈ പശ്ചാത്താപത്തിൻ്റെ പ്രോബ്ലം, ഇപ്പം മനുഷ്യന്മാർ തമ്മിലുള്ള എല്ലാ വിഷയങ്ങൾക്കും സോറി കേട്ട എൻ്റെ അപ്പുറത്തൊരു അവസ്ഥയിൽ കള്ളുകുടിയന്മാർ വന്ന് നമ്മളെ തന്തയ്ക്ക് വിളിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ എന്തെല്ലാം അവർ സന്ധ്യക്ക് വന്ന് തെറിയൊക്കെ വിളിക്കും. ആ തന്തക്കും തള്ളക്കും ഒക്കെ വിളിച്ചിട്ട് പോകും. അപ്പോൾ ഞാൻ ചിരിച്ചോണ്ട് അവിടെ ഇരിക്കുള്ളൂ, പ്രശ്നമൊന്നുമില്ല. കാര്യം എനിക്ക് ഇതൊക്കെ നമുക്ക് പ്രതിഷ്ഠയല്ല നമ്മൾ ചില ഇടവകയിലൊക്കെ വരണത്. നല്ല നന്മയുള്ള ഒത്തിരി വിശുദ്ധന്മാരായ മനുഷ്യരുണ്ടാകും, ഇതുപോലെ കുറേ ആൾക്കാരും ഉണ്ടാകും. അവരൊക്കെ വേണം, അത് വ്യത്യാസമാണ് അവരൊക്കെ. പക്ഷെ ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർ നാളെ ബോധം അവരെ കള്ളടങ്ങുമ്പോൾ അവരൊന്ന് സോറി പറയും. പക്ഷെ സോറി പറഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാർക്ക് തമ്മിൽ പ്രശ്നമില്ല, പക്ഷെ ദൈവത്തിന് സോറി കൊണ്ട് പറ്റത്തില്ല. സോറി പറഞ്ഞാൽ പറയും ആ പൊട്ടിയ കമ്പി കെട്ടിവെച്ചതെന്ന് പറയും. ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് കയറിപ്പോണ്ട് അതല്ല ചാർജ് ചെയ്യുന്നത് പറയണത്. ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രായശ്ചിത്തം ചെയ്യണം. അതിന് വേണ്ടി പ്രായശ്ചിത്തം, അതെന്തുമാത്രം ഇരട്ടി പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്ത് തെറ്റുന്ന അതുകൊണ്ടാണ് പശ്ചാത്താപത്തിൻ്റെ കൂടെ പോകുന്ന സംഭവമാണ് പ്രായശ്ചിത്തം. ഇപ്പോൾ ഈ ഇമ്മാനുവൽ എഫ് എന്ന് പറയുന്ന ആൾ പറയണത്, ഞാൻ 3 കൊല്ലം നിരീശ്വരവാദിയായിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ ബിസിനസ്സും തകർന്ന്, എന്നെ നാട്ടിൽ ചെയ്തതും തെറ്റിപ്പോയി, എനിക്ക് ഇവിടുന്ന് കരകയറാനും പറ്റണില്ല. ഞാൻ അങ്ങനെ പെട്ട് നിൽക്കുക. ഞാൻ പെട്ടുപോയപ്പോൾ അമ്മ എന്നെ പറഞ്ഞ്, എടാ മോനെ നീ പോയി കൃപാസനത്തിൽ പോകും. ഇപ്പം ഇന്നിപ്പോൾ എല്ലാ മനുഷ്യർക്കും കേരളത്തിൽ മൊത്തം മലയാള ഭാഷ അറിയാവുന്നവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വന്നാൽ അവരെങ്ങനെ പിടിച്ചു നിന്നാലും അവസാന കൈക്ക് അവർ പറയും കൃപാസനത്തിൽ പോയാന്ന് ചോദിക്കും ആൾക്കാർ. കാരണം ഞാൻ ദിവസം കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒരിക്കലും ദൈവമായിട്ട് അടുക്കാത്ത ആൾക്കാരെയാണ് പലപ്പോഴും ഞാൻ കാണുന്നത്. അപ്പോൾ അവർ അങ്ങനെ വരത്തില്ല. പിന്നെ അവർ വന്നെങ്കിൽ ഇവിടെ വന്ന് ദൈവം അവരെ കൊണ്ടുവന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഞാനത് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുക്കും. എന്താ കാര്യത്തിൽ അവർ ഇനിയും പോയാൽ പിന്നെ ഒരിക്കലും ദൈവത്തിന് അവരെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയം മാതാവിനോടും ഈശോയോടൊക്കെ മാറിയൊക്കെ പറഞ്ഞിട്ട് ആ വിഷയം ഗ്യാരണ്ടി ചെയ്യും. കാര്യം ഇവൻ രക്ഷപ്പെടണതുകൊണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആ ഒരു വിഷയത്തിൽ നിന്ന് അവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. പിന്നെ കണ്ടിന്യൂസ് ചാർജിങ് എന്ന് പറയണത് നമുക്ക് പറ്റത്തില്ല. എന്താ കാര്യം? അത് അവർ തന്നെ ഒരിക്കൽ ദൈവം അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അത് മാറാതെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനൊക്കെ പരിഹാരം ചെയ്തുകൊണ്ട് ചാർജ് ചെയ്തെടുക്കാൻ നോക്കണം. ചാർജ് ചെയ്തെടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഇമ്മാനുവലിനെ സംബന്ധിച്ചോളം ഇമ്മാനുവൽ ഒന്ന് ഉടമ്പടി എടുക്കാൻ പോയി. ഈ നിരീശ്വരവാദന്മാർക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമാണ്. കാര്യം അവർ മാക്സിമം ആൾക്കാരോട് തങ്ങളുടെ നിരീശ്വരവാദം പ്രചരിപ്പിച്ച് കാണും, നാട്ടിലും വീട്ടിലുമൊക്കെ ബന്ധുക്കളോടും. അത് കാരണം ഏറ്റവും വലിയ പ്രശ്നം നാട്ടുകാരും വീട്ടുകാരും തന്നെ ആയിരിക്കും. അപ്പോൾ അവർ നിൽക്കണ കാരണം ഇനി ഇവൻ ഈശ്വര വിശ്വാസത്തിലേക്ക് വന്നാലും അവനത് നാട്ടുകാരുടെ മുമ്പിൽ ചമ്മാന ചളിപ്പുണ്ടാക്കാൻ നിൽക്കത്തില്ല, പറയത്തില്ല. ഈശ്വര വിശ്വാസത്തിലേക്ക് വന്ന കാര്യം പറയത്തില്ല. നാട്ടിൽ കുർബാനക്ക് പോകാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ കുർബാനക്ക് പോകും. നാട്ടുകാർ ചോദിക്കത്തില്ലേ, നീ ഈശ്വരവാദികൾ നടന്നിട്ട് ഇപ്പം ഈശ്വര വിശ്വാസി ആയില്ലേ എന്ന് ചോദിക്കണ കാരണം ആൾക്കാർക്ക് ചൂണ്ട പോലെയാണ്. ചില മീൻ ഉടക്കി കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് അത് രക്ഷപ്പെട്ടു പോകാത്തതിന് ഞാൻ അതിൻ്റെ കുടുക്ക് നിരീശ്വരവാദത്തിനൊരു പ്രശ്നത്തിൽ അത് നമുക്ക് ഒരു പാപിക്ക് രക്ഷപ്പെടാൻ എളുപ്പം, പക്ഷെ നിരീശ്വരവാദിക്ക് പാടാൻ അവൻ കുടുക്കിൽ കിടക്കുകയാണ്. ഭയങ്കര അതായത് എപ്പോഴും നമ്മൾ ഈശ്വര വിശ്വാസത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് പറഞ്ഞതിൻ്റെ വലിയ ദൈവാനുഗ്രഹമാണത്. നിങ്ങളുടെ മക്കൾക്ക് വേറെ എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾക്ക് തിരുത്താം. പക്ഷേ നിരീശ്വരവാദത്തിൽ വീണ് പോയാലുള്ള പ്രശ്നം അവന് കുടുക്കിൽ കിടക്കുകയാണ്. അവൻ മറ്റുള്ളവരോടെല്ലാം അത് കെട്ടിപ്പൊഴിച്ചിട്ടുണ്ട് നിരീശ്വരവാദം. അത് കാരണം അവരുടെ മുമ്പിലൊക്കെ ഇവന് ഇനി താഴാൻ പറ്റത്തില്ല. അവൻ അതുകൊണ്ട് നിരീശ്വരവാദിയായിട്ട് തന്നെ നിന്ന് മരിച്ചു പോകും. എന്തൊരു ഗതികേടാണെന്നറിയാമോ? ഭയങ്കര ഗതികേടാണ്. പക്ഷെ ചിലർക്ക് ഈ വീട്ടുകാരും അമ്മയും അപ്പനും ഒക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. കാര്യത്തിൽ നമ്മൾക്ക് ഉത്തരവാദിത്വത്തോടെ പ്രാർത്ഥിക്കാനുള്ള ആൾക്കാരാണ്
അമ്മ, അപ്പൻ, ഭാര്യ ഭയങ്കര സംഭവമാണ്. പല ഭർത്താക്കന്മാരും ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാര്യമാരുടെ പ്രാർത്ഥന കൊണ്ടാണ്. ശരിക്കും അമ്മയുടെ ഭാര്യയും വേണ്ട ചില സമയത്ത് ഒരേ പങ്കാളിത്തമാണ് ഈ ഒരാളെ വീണുപോയി രക്ഷപ്പെടുത്താനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെപ്പോഴും മനുഷ്യർ അവരിൽ നിന്ന് കിട്ടുന്ന ജോലിയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന പണമോ ഒക്കെയാണ് ആൾക്കാർ പ്രാധാന്യം കൊടുക്കുന്നത്. ശരിക്കും അതല്ല. നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ വിശുദ്ധിയിൽ നിലനിർത്താൻ വേണ്ടി നമുക്ക് വേണ്ടി ഫസ്റ്റ് ഹാൻഡായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് ഭർത്താവ്, ഭാര്യ, അമ്മ എന്നൊക്കെ പറയണത്. അപ്പം അതിനൊക്കെ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. അവർക്ക് വല്ലതും ചത്തൊടുങ്ങി കിടന്നിട്ട് അല്ലെങ്കിൽ അവർക്ക് തളർന്ന് കിടന്നിട്ട് കിടന്നിട്ട് കരഞ്ഞു കൂപ്പി നിലവിളിക്കണമല്ല. ഭാര്യയും ഭർത്താവൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അവരെ തന്നതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. മക്കളെ തന്നതിന് ഇപ്പം നമ്മൾ ഈ മക്കളെ കൊണ്ട് ചില ആൾക്കാർക്ക് ഉപകാരമില്ലാത്ത എന്തുകൊണ്ടാണ്? ദൈവത്തിന് ഉപകാരമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടി, അതായത് നിങ്ങൾക്ക് 5 കുഞ്ഞുങ്ങളെ പറ്റുമെന്ന് വിചാരിച്ചോ? അപ്പം അങ്ങനെ അല്ലെങ്കിൽ 4 കുഞ്ഞുങ്ങളെ 3 കുഞ്ഞുങ്ങളെ കിട്ടി. നിങ്ങളെ ആ അമ്മമാർ എപ്പോഴും ദൈവതിരുസന്നിധിയിൽ ആരെല്ലാം മറന്നുപോയാലും നിങ്ങൾ മറക്കാതെ ദൈവത്തിന് നന്ദി പറയണം. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവർ മയക്കുമരുന്നിന്, കഞ്ചാവിന്, അല്ലാത്ത തന്നെ അവിഹിതമായ കാര്യങ്ങളൊക്കെ പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ എന്ന് പറയണത് അവരെ ഓർത്ത് നന്ദി പറയണതാണ് ദൈവത്തോട്. നിങ്ങൾ നന്ദിയല്ല പറയണത്. നിങ്ങൾ അവരുടെ മാർക്ക് കൂടണേ, അവർക്ക് റാങ്ക് കിട്ടണേ, അവരുടെ വിസ പാസ്സാകണേ, അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തോട് പറയണത്. ദൈവത്തിന് അതിൻ്റെ അകത്ത് വലിയ റോളൊന്നുമില്ല. എൻ്റെ മക്കളെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കണ്ടൻറ്റ് മാറ്റിവെച്ച് വേണം പ്രാർത്ഥിക്കാൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ സബ്ജക്റ്റിലും ദൈവത്തിന് എന്തെങ്കിലും ഷെയർ ഉണ്ടാകണം. അച്ഛൻ പറഞ്ഞ മനസ്സിലാകണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും അതിനകത്ത് ദൈവത്തിൻ്റെ ഷെയർ ഗ്യാരണ്ടി ചെയ്യണം. ഇത് 100 നിങ്ങളുടെ കാര്യമാണ് ഗ്യാരണ്ടി ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും ഉത്തരം കിട്ടാതെ താമസിച്ചു പോണത്. നിങ്ങൾ ദൈവത്തിൻ്റെ ഷെയർ, ഇപ്പം നിങ്ങളുടെ മകൻ അവൻ വിശുദ്ധി ജീവിക്കാൻ, മകൾ വിശുദ്ധി ജീവിക്കാൻ എന്ത് ചെയ്യണം? അവരുടെ വിദ്യാഭ്യാസവും ആരോഗ്യമാണ് നിങ്ങൾ നോക്കുന്നത്. പക്ഷെ നോക്കേണ്ടത് ദൈവത്തിരുസന്നിധിയിൽ അവൻ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അവൻ ഓർത്തു. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം, അത് നിങ്ങൾ യാചന പ്രാർത്ഥനയാണ് നടത്തുന്നത്. അതും പറ്റത്തില്ല. പറ്റത്തില്ല, അത്രയ്ക്കേറെ ഫ്രൂട്ട് വേർത്തിയല്ലത്. നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തോട് നമുക്ക് ആദ്യം ഉണ്ടാകുന്ന മൗലിക വികാരം നന്ദിയാണ്. ഭർത്താവിനെ തന്നതിന് നന്ദി. ഇപ്പം നമുക്ക് നിങ്ങൾ മറ്റ് ഭർത്താക്കന്മാരെ കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ ഇടിച്ച് കാണുന്നത്. മനസ്സിലായ? ഇപ്പോൾ ചേച്ചിയുടെ ഭർത്താവ് അല്ലെങ്കിൽ അനിയത്തിയുടെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ബൊമ്മകളെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങളുടെ ഭർത്താവിനെ ഇവാലുവേറ്റ് ചെയ്യും. അത് പൊട്ടിപ്പെണ്ണുങ്ങളുടെ മെയിൻ അസുഖമാണത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ചെയ്തൊരിക്കലും ഈ സന്തുഷ്ടി എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്, കൃപയുമായി ബന്ധപ്പെട്ട് പോണതാണ്. കല്യാണം കഴിച്ച ആൾക്കാർ ഇപ്പോൾ എൻ്റെ പൗരോഹിത്യത്തിൽ എനിക്കുള്ളത് എന്താണ്? സന്തുഷ്ടിയാണ്. 40-ാം കൊല്ലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സന്തുഷ്ടിയാണ്. എന്നാൽ ആവശ്യത്തിന് പല രോഗങ്ങളുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരു കാലഘട്ടമാണത്. എൻ്റെ ഒരു 25 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ 25 കൊല്ലത്തോളം നല്ല ശരിക്കും അത് ഇപ്പോഴെല്ലാം ഇപ്പോഴെല്ലാം വഴികളെക്കുറിച്ചെല്ലാം കർത്താവ് ഇപ്പോഴല്ലേ വ്യക്തത തന്നിരിക്കണം. പണ്ട് ഞാൻ പ്രവർത്തിച്ച് കൂട്ടുകയായിരുന്നു. ഒത്തിരിയേറെ രാത്രിയും പകരം പ്രവർത്തിച്ച് കൂട്ടുകയായിരുന്നു. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് പ്രവർത്തനം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിനെക്കുറിച്ച് എനിക്ക് വ്യക്തത കിട്ടിയിരിക്കുന്നൊരു കാലമാണ്. അതുകൊണ്ട് ആത്മാക്കൾ വീണ്ടെടുക്കുന്നു, സുവിശേഷം പ്രചരിക്കപ്പെടുന്നു, ജനങ്ങൾ സുവിശേഷ സാക്ഷികളാകുന്നു. ഇപ്പം നമുക്കറിയാം വളരെ കറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് സന്തുഷ്ടിയാണ്. തന്നെ ആധ്യാത്മിക ജീവിതത്തിലെ സന്തുഷ്ടി എന്ന് പറയണത്, അതായത് നിങ്ങൾ കൃപയെന്ന് പറയണില്ലേ? ഇപ്പം കർത്താവ് പറഞ്ഞില്ലേ, അതിനുള്ള കൃപ ലഭിക്കാതെ ആർക്കും ഈ ഉപദേശം സ്വീകരിക്കുക. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അനുഗ്രഹകാലം വരെ
സക്കറിയ സക്കറിയ 11:10 11:10 പ്രാർത്ഥിക്കുന്നു. സന്തുഷ്ടിയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേക അനുഗ്രഹം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. ഒരുക്കമുള്ള ഹൃദയം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്ന സമയമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിടുതലും ദൈവാനുഗ്രഹം നേടുന്ന ഒരു സമയമാണിത്. നമ്മുടെ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നുറങ്ങിയ ഹൃദയത്തോടെ കർത്താവിനെ അറിയണം, അനുഗ്രഹം പ്രാപിക്കണം. ഇവിടെ വന്നാൽ കർത്താവ് നിങ്ങളെ സഹായിക്കും എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ടും അതിനുവേണ്ടി കടം മേടിച്ചൊക്കെ വന്ന ആൾക്കാരുണ്ട്. ഒരു കുഞ്ഞിനെ പോലും കർത്താവ് വെറുതെ വിടത്തില്ല. കർത്താവിൻ്റെ വചനത്തിലുള്ള പ്രധാനപ്പെട്ട വാക്കാണ്, ഞാൻ വെറും കൈയോടെ അവരെ പറഞ്ഞു വിട്ടാൽ അവർ വഴി തളർന്ന് വീഴുമെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാം, കർത്താവ് ഒരു കുഞ്ഞിനെ പോലും വെറും കൈയോടെ ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ല. കൈയടിക്കട്ടെ. മക്കളെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശരീരത്തിൽ രോഗമുള്ളിടത്ത് കൈകൾ മാറ്റി പ്രാർത്ഥിക്കണം. രണ്ടാമത്തത്, യഥാർത്ഥ രോഗിയുടെ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു, അവർ കിടക്കയിലാണ്, ICUലാണെന്ന് വിചാരിച്ചു, അവർക്ക് എന്താണ് രോഗമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോഴും കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാൻ അവരെ സുഖപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാഗത്ത് കൈകളെ വെച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുന്നതാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കർത്താവ് ഞങ്ങളുടെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകര ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, സാമ്പത്തിക തകർച്ച നേരിടുന്നവരെ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, ഇൻ്റർവ്യൂ കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, ഓഫർ ലെറ്റർ വന്നതിന് ശേഷം മെൻറ്റ് പ്രൊസീഡിങ്സ് ഇല്ലാത്തവർ, പരീക്ഷ എഴുതിയവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ആ റിസൾട്ട് മോശമായി പോയവർ, റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, റീവാലുവേഷന് കൊടുത്തിരിക്കുന്നവർ, കർത്താവെ, കടകമ്പോളം നടത്തുന്നവർ, കൂടുതൽ വ്യവസായങ്ങൾ നടത്തുന്നവർ, വ്യാപാര വിഷയങ്ങൾ നടത്തുന്നവർ, കസ്റ്റമേഴ്സ് ഇല്ലാത്ത ബിസിനസ്സുകാർ, എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ വിഷമതകൾ അനുഭവിക്കുന്നവർ, ജപ്തി നടപടി നേടുന്നവർ, ഈശോ നിന്റെ തിരുമുറിവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അഭിഷേകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കുന്ന മാർഗ തടസ്സങ്ങൾ, ജീവ ദുരിതങ്ങൾ, ജീവ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ, പാപത്തിൽ പെട്ടുപോയവരെ, പലതരത്തിലുള്ള കേസുകൾ അകപ്പെട്ടിരിക്കുന്നവരെ, ജപ്തി നടപടി നേരിടുന്നവരെ, ഈശോ വസ്തു വിൽക്കാനുള്ളവരെ, ഇങ്ങനെ പലതരത്തിൽ കുടുങ്ങി പലതരത്തിൽ ജീവിതം കുരുങ്ങിപ്പോയവരെ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ തൽക്കാലത്തെ കർത്താവെ, പെട്ടുപോയവരെല്ലാം കർത്താവെ നീ വിടുവിക്കണേ പ്രാർത്ഥിക്കുന്നു. ഇതോടുകൂടി അവിടെ ആധ്യാത്മിക ജീവിതം പരിപക്വമാകുന്നതിന് വേണ്ടി, സുവിശേഷത്തിന്റെ ദൈവാനുഭവത്തിലൂടെ സാക്ഷിയായി മാറുന്നതിന് വേണ്ടി യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. So
സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ മനസ്സിൽ അറിയാവുന്ന വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാത്തവരെ യേശുവെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവിന്റെ തടിമുറവാർന്ന വലതുകരത്താൽ നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. നിന്റെ തിരുമുറവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം രോഗങ്ങളുടെ അടുത്തേക്ക് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ചൂട് അനുഭവിക്കുന്നവരും അതുപോലെ രോഗങ്ങൾ വിട്ടുമാറുന്നവരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിന്നിലേക്ക് ആവശ്യിക്കുന്നു. അപസ്മാര രോഗികൾ, ഓട്ടിസം രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, കർത്താവെ അവരെ ഉച്ചമുതൽ ഉള്ളം കാല് വരെ അങ്ങനെ വിശുദ്ധമായ രക്തത്താൽ അവരെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, എഴുന്നേറ്റ് നടക്കാത്ത കുഞ്ഞുങ്ങളെ, കടന്നു കിടപ്പായ രോഗികൾ എല്ലാം കർത്താവ് അടിപ്പണ പോലെ വൈതാക്കാലം ഒരു ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മക്കളില്ലാത്തവരെ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവരെ അങ്ങ് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. ജനിതക തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തെ മാറിപ്പോകൊണ്ടെന്ന് കൽപ്പിക്കുന്നു. ഭവനെ കർത്താവ് പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, നെഞ്ചിന് വേദനയുള്ളവർ, ഹൃദയത്തിന് ശ്വാസകോശങ്ങൾക്കെല്ലാം തടസ്സങ്ങളുള്ളവർ, കർത്താവിന് വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശങ്ങൾ കഴുകപ്പെടട്ടെ. ഹൃദയത്തിന് വാലുകൾ തടസ്സങ്ങൾ മാറട്ടെ. എപ്പിലെപ്സി രോഗികളെ കർത്താവെ, അതുപോലെ വലിവ് രോഗികൾ, അസ്മ രോഗികളെ കർത്താവെ, സിസ്റ്റ് രോഗികൾ, മുഴകളുള്ളവർ, പിസിയോടി രോഗികൾ, പിസ്റ്റുല രോഗികൾ, അരിസ്റ്റസ് രോഗികൾ, അൾസർ രോഗികൾ, കർത്താവിൻ്റെ ബാധ രോഗികൾ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുക്രിസ്തു നാമത്തിൽ മാരക രോഗങ്ങൾ, തീരവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഖമായി